മൈ ഡിയർ സ്റ്റുഡൻസ്, ഒരിക്കൽ കൂടി ഏവർക്കും പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിൻ്റെ ഈ 10ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കോമ്പിനേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ചില കൂടുതൽ പ്രോബ്ലംസിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 38. ഹൗ മെനി കോർഡ്സ് ക്യാൻ ബി ഡ്രോൺ ത്രൂ 21 പോയിന്റ്സ് ഓൺ എ സർക്കിൾ? നമുക്കറിയാം, സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സിൽ 21 പോയിന്റ്സ് തന്നിരിക്കുകയാണ്. അതിനകത്ത് ഈ 21 പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു സർക്കിളിൽ എത്ര കോർഡ് വരയ്ക്കാൻ സാധിക്കുമെന്നാണ് ചോദ്യം. കോർഡ്സ് എന്ന് പറയാൻ എന്താ മക്കളെ? എ ലൈൻ ജോയിനിങ് എനി 2 പോയിന്റ്സ് ഇൻ എ സർക്കിൾ അല്ലേ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഞാൻ 1, 2, 3, 4, 5 പോയിന്റുകളിലൂടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഈ സർക്കിളിലൂടെ ഈ 5 പോയിന്റിലൂടെ എനിക്ക് എത്ര കോർഡുകൾ വരയ്ക്കാൻ സാധിക്കും? വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ഇവിടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1, 2, 3 ഉണ്ട്. 3 പോയിന്റിലൂടെ എനിക്ക് ഇത് മാത്രമല്ല, ഇനിയും വരയ്ക്കാം അല്ലേ. 2 ഇത് കണ്ടോ, ഇവിടെയും വരയ്ക്കാം. ഇനി 4 പോയിന്റ് എടുക്കുവാണെങ്കിൽ 4ാമത്തെ പോയിന്റ് ഇതാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുന്ന കോർഡുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇതാ, ഇത് തമ്മിൽ ഒരെണ്ണമായി, ഇത് തമ്മിൽ അടുത്തത് വരയ്ക്കാം അല്ലേ. അടുത്തത് ഇത് തമ്മിൽ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരയ്ക്കാം. ഇപ്പോൾ എല്ലാം ആയി. ഇനി എനിക്ക് ഈ പോയിന്റ് എടുക്കുവാണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. ഇതൊരു കോഡാണ്, ഇത് വേറൊരു കോഡാണ്, ഇത് വേറൊരു കോഡാണ്, ഇത് വേറൊരു കോഡാണ് അല്ലേ. അപ്പോൾ ഒരെണ്ണത്തിൽ നമുക്കറിയാം 4 വീതം പോന്നിട്ടുണ്ട് അല്ലേ. 4 വീതം പോന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുത്തപ്പോൾ 5 പോയിന്റുകളെടുത്തേ. ഈ 5 പോയിന്റുകളിലൂടെ വരയ്ക്കുന്ന കോഡുകളുടെ എണ്ണമാണ് ഇപ്പോൾ നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. ഇത് എണ്ണിയെടുക്കണം, അത് റെപ്പറ്റീഷൻ വരും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 21 പോയിന്റിലൂടെ 21 പോയിന്റ്സ് എടുത്ത് എത്ര കോഡ്സ് ജോയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇത് സാധാരണഗതിയിൽ നമുക്ക് എണ്ണിയെടുക്കാൻ പോയി. ഇപ്പോൾ 5 ഉണ്ടെങ്കിൽ പോലും നമുക്ക് എണ്ണിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ നമ്മൾ കോമ്പിനേഷൻ ഉപയോഗിക്കുകയാണ്. നമുക്കറിയാം, കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ 21 പോയിന്റ്സാണ് ഉള്ളത്. 21 പോയിന്റുകളിൽ നിന്ന് നമുക്ക് വരയ്ക്കേണ്ട കോഡുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. മക്കളെ, ഒരു കോഡിൽ നിന്ന് ഒരു കോഡ് വരയ്ക്കണമെങ്കിൽ സർക്കിളിൽ എത്ര പോയിന്റ് വേണം? നമുക്കറിയാം 2 പോയിന്റ് വേണം അല്ലേ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമുക്ക് നോക്കാം. ഈ 5 പോയിന്റ് ഉണ്ട്. 5 പോയിന്റുകളിൽ നിന്ന് നമുക്ക് കോഡുകൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ 5 പോയിന്റുകളിൽ നിന്നുള്ള 2 പോയിന്റുകളുടെ എത്ര തരത്തിലുള്ള കോമ്പിനേഷൻ എടുക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ പോരെ. 5 പോയിന്റുകളിൽ നിന്ന് 2ന്റെ കോമ്പിനേഷൻസ് എത്ര തരത്തിൽ എഴുതാം? അതിനല്ലേ നമ്മുടെ കോമ്പിനേഷൻ നമ്മളെ സഹായിക്കുന്നത് 5C2 അല്ലേ. 5C2 എന്ന് പറയുമ്പോൾ കണ്ടുപിടിക്കാം. അതായത് 5 പോയിന്റുകളിൽ നിന്ന് 2 പോയിന്റുകളുടെ കോമ്പിനേഷൻസ് എത്ര തരത്തിൽ പറ്റും? നമുക്കറിയാം 5 × 4 ഡിവൈഡഡ് ബൈ 1 × 2 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 20/2 10 എന്ന് വരും അല്ലേ. എന്ത് കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കിക്കോ. നമുക്കൊന്ന് എണ്ണി നോക്കാം. ഈ 5 എണ്ണമല്ലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഒരെണ്ണം, ഇത് 2, 3, 4 എണ്ണം. അടുത്ത് വരുമ്പോൾ ഇത് ഇവിടെ നോക്കുക. ഇവിടെ നോക്കുമ്പോൾ ഇത് നമ്മൾ എണ്ണണ്ട, ഇത് എണ്ണണം, ഇത് എണ്ണണം, ഇത് എണ്ണണം. ഓക്കെ, അപ്പോൾ ഇവിടെ 4 എണ്ണമായി, ഇവിടുന്ന് 3 എണ്ണമായി. ഇനി നമ്മൾ ഇതേ നോക്കുവാണെങ്കിൽ ഇത് നമ്മൾ കൗണ്ട് ചെയ്തു, ഇത് നമ്മൾ കൗണ്ട് ചെയ്തു, ഇത് മാർക്ക് ചെയ്തിട്ടില്ല, ഇത് മാർക്ക് ചെയ്തിട്ടില്ല. ഇവിടുന്ന് 2 എണ്ണം. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാലോ, ഇത് നമ്മൾ മാർക്ക് ചെയ്തു, ഇതും നമ്മൾ മാർക്ക് ചെയ്തു, ഇതും മാർക്ക് ചെയ്തു, ഇനി ഒരെണ്ണം. അപ്പോൾ ഇനി നമുക്ക് എണ്ണി നോക്കാം. 1, 2, 3, 4, 5. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പോകുന്നേക്കാൻ എത്ര എണ്ണം നോക്കിയേ? 1, 2, 3, 4 എണ്ണം അല്ലേ. 4 എണ്ണം. ഇതിൽ നിന്ന് വന്നേക്കുന്നത് 3 എണ്ണം. അപ്പോൾ 4, 3, 7 എണ്ണം. ഇതിൽ നിന്ന് ഇപ്പോൾ 2 എണ്ണം വന്നിട്ടുള്ളൂ. 7, 2, 9. ഇതിൽ നിന്ന് ആകെ ഒരെണ്ണേ വരുള്ളൂ. ബാക്കിയെല്ലാം കൗണ്ട് ചെയ്ത് പോയതാ. കണ്ടോ, 10 എണ്ണം കൃത്യമാണ്. അപ്പോൾ ഇത് 5 എണ്ണം ഉണ്ടായിട്ട് പോലും നമ്മൾ എണ്ണി എടുക്കാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടി. അപ്പോൾ 21 എണ്ണം ഉണ്ടെങ്കിലോ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഫോമിൽ അപ്ലൈ ചെയ്താൽ കൃത്യമായിട്ട് കിട്ടും. 21-ന് 2ന്റെ കോമ്പിനേഷൻ 21C2. ദാറ്റ് ഈസ് 21 × 20 ഡിവൈഡഡ് ബൈ 1 × 2 റൈറ്റ്. അപ്പോൾ ഇത് വെട്ടിപ്പോവും, 10 വരും. ഇപ്പോൾ 21 × 10 210 എന്ന് വരും അല്ലേ. സോ 210 ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. നോക്കിക്കുക മക്കളെ, കൃത്യമായിട്ട് നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റില്ലെങ്കിൽ പോലും അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഈ ഒരു കോമ്പിനേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. പെർമ്യൂട്ടേഷൻ്റെ നമ്മൾ ഇതുപോലെ തന്നെയായിരുന്നു കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. ഓക്കെ മക്കളെ, here is the next question. A committee of the 3 persons is to be constituted from a group of 2 men and 3 women.
In how many ways can this be done? How many of these committees would consist of 1 man and 2 women? ഒന്ന് നോക്കിക്കേ മക്കളെ, നമ്മുടെ കയ്യിൽ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കണം അല്ലെ, ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. ഈ കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ കമ്മിറ്റി ഓഫ് 3 persons is to be constituted. 3 പേരൊരു കമ്മിറ്റി ഉണ്ടാക്കണ്ടേ, ഫ്രം എ ഗ്രൂപ്പ് ഓഫ് 2 men and 3 women അല്ലേ. ഇതിനകത്ത് കമ്മിറ്റി ഉണ്ടാക്കണ്ടേ. ഇതിനകത്ത് എത്ര തരത്തിൽ 3 പേഴ്സൺസിന്റെ ഹൗ മെനി വേസ് ക്യാൻ ദിസ് ബി ഡൺ? ഈ 3 പേരുടെ കമ്മിറ്റിക്കകത്തുനിന്ന് മീൻസ് 3 പേഴ്സൺസിന്റെ കമ്മിറ്റി ഉണ്ടാക്കണം. അതിനകത്ത് 2 മെന്നും 3 വിമണും ഉണ്ട്. അതിന് എത്ര തരത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഇത് വളരെ സിമ്പിളാണ്. കാരണം അത് നമ്മുടെ മൊത്തം എത്ര പേരാ ഉള്ളത്? ടോട്ടൽ 5 പേരാ ഉള്ളത് അല്ലേ. ഈ 5 പേരിൽ നമുക്ക് എത്ര പേരുടെ കമ്മിറ്റി ഉണ്ടാക്കിയാൽ മതി? 3 പേരുടെ. അപ്പോൾ ഈ 5 പേരിനകത്ത് നിന്ന് 3 പേരുടെ കമ്മിറ്റി എത്ര തരത്തിൽ ഉണ്ടാക്കാം? 5C3 അല്ലേ. 5ൽ നിന്ന് 3ന്റെ കോമ്പിനേഷൻസ്. സോ ഇറ്റ് ഈസ് 5 into 5C3 സെയിം ആസ് 5C2 തന്നെയല്ലേ. കാരണം നമുക്കറിയാം ഇത് രണ്ടും കൂട്ടുമ്പോൾ 5 കിട്ടുമല്ലോ. 5C2 കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമുണ്ട്. 5 into 4 divided by 1 into 2 that's equal to 5 into 2 10 എന്ന് വരും അല്ലേ. 10 കമ്മിറ്റി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, 10 ഡിഫറെൻറ്റ് വേസ്. ഇനി പറയുന്ന അടുത്തൊരു കാര്യമുണ്ട്. ഹൗ മെനി ഓഫ് ദീസ് കമ്മിറ്റീസ് വുഡ് കൺസിസ്റ്റ് ഓഫ് 1 man and 2 women? നമുക്ക് വേണ്ടത് 1 man, ഇത് രണ്ടാമത്തെ പാർട്ടാണ്. 1 man and 2 women ഇങ്ങനെ വേണ്ട. ഈ 1 man എത്ര മെന്നാണ് നമ്മുടെ ഉള്ള ഗ്രൂപ്പ് ഓഫ് 2 men. ഈ 2 മെന്നിൽ നിന്ന് 1 മാനിനെ എത്ര തരത്തിൽ സെലക്ട് ചെയ്യാം? 2വിൽ നിന്ന് 2, 2വിൽ നിന്ന് 1 ഇത്ര വരത്തില്ല അല്ലേ. ആൻഡ് മീൻസ് ഇൻറ്റു. Then 2 women from 3. How many ways? 3C2. So the answer is 2C1 is 2. 3C2 is same as 3C1 തന്നെയാ. So 3C1 is same as 3. So 2 into 3 6 ways. കണ്ടോ, രണ്ടിൻ്റെ ആൻസർ ആയി മക്കളെ. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? യാ. സോ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ നമുക്ക് ഈ ഫോമുലയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ നേരിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ ഇറ്റ്സ് ടു ഡേഞ്ചറസ്. ഓക്കെ, here is the next question, question number 40. In how many ways can a team of 3 boys and 3 girls be selected from 5 boys and 4 girls? കൃത്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ട 3 boys and 3 girls. 3 boys, 3 boysനെ എത്ര തരത്തിൽ സെലക്ട് ചെയ്യാം? ഫ്രം എ ഗ്രൂപ്പ് ഓഫ് 5. എത്ര തരത്തിൽ? 5C3. ആൻഡ് മീൻസ് ഇൻറ്റു 4 ഗേൾസിനെ 4 ഗേൾസിനകത്ത് നിന്ന് 3 എങ്ങനെ പറ്റും? 4C3. സോ സിംപ്ലി ദ ആൻസർ ഈസ് 5C3 ഇൻറ്റു 4C3. കറക്റ്റ്. സോ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 5C3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. 5C3 സെയിം ആസ് 5C2. 4C3 സെയിം ആസ് 4C1. ദാറ്റ് ഈസ് 5C2 ഈസ് 5 into 4 divided by 1 into 2 into 4C1 ഈസ് 4. ഇത് വരുമ്പോൾ 2 വരും. 10 into 4 ദാറ്റ്സ് ഈക്വൽ ടു 40 എന്ന് വരും. ഉണ്ടോ? എന്ത് കൃത്യമായിട്ട് ആൻസർ നോക്കിക്കേ, കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒന്ന് എഴുതിക്കോളൂ, അതിൻ്റെ സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് എഴുതിക്കോളൂ. സിൻസ് ദർ ആർ 5 boys, 3 boys can be selected in 5C3 ways. Okay. Again, as there are 4 girls, 3 girls can be selected in 4C3 ways. Therefore, the number of ways of selecting a team of 3 boys and 3 girls is 5C3 into 4C3. That is same as 5C3 same as 5C2 and 4C3 same as നമ്മൾ ഇന്നലെ പഠിച്ചല്ലോ NCR is equal to NCN minus R. അത് വെച്ചിട്ടാണ് നമ്മൾ 4C3 same as 4C1 എന്ന് പറയുന്നത്. So 5C2 into 4C1 that's equal to 40. Okay മക്കളെ? Yes. Here is the next question, question number 41. Find the number of ways of selecting 9 balls from 6 red balls and 5 white balls and 5 blue balls. If each selection consists of 3 balls of each color. ക്വസ്റ്റ്യൻ മനസ്സിലായോ മക്കളെ? അതായത് നമ്മളിൽ 9 ബോൾസാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനകത്ത് നമുക്ക് വേണ്ടത് തന്നിട്ടുള്ളത് 6 റെഡ് ബോൾസ് ഉണ്ട്,
സോ 6 റെഡ് ഉണ്ട്, 5 വൈറ്റ് ഉണ്ട് ആൻഡ് 5 ബ്ലൂ ഉണ്ട്. ടോട്ടൽ എത്ര വരും? 16 ബോൾസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഈ 16 ബോൾസിൽ നമുക്ക് 9 ബോൾസ് സെലക്ട് ചെയ്താൽ മതി. അത് നമുക്കറിയാം 16C 9 ആണ്. പക്ഷെ അതല്ല ചോദിച്ചേക്കണേ, ഈച്ച് സെലക്ഷൻ കൺസിസ്റ്റ് ഓഫ് 3 ബോൾസ് ഓഫ് ഈച്ച് കളർ. എന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ വേണ്ടേ? 3 റെഡ് വേണം, 3 റെഡ് വേണം ആൻഡ് 3 വൈറ്റ് വേണം അല്ലേ, ആൻഡ് 3 ബ്ലൂ വേണം. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ 3 റെഡ് ബോൾസ്, അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട സെലക്ഷൻ. 3 റെഡ് ബോൾസിന് എത്ര തരത്തിൽ സെലക്ട് ചെയ്യാം? നമ്മുടെ കയ്യിൽ എത്ര റെഡ് ആവുള്ളത്? 6 റെഡ്. 6C 3 എത്ര തരത്തിൽ പറ്റും? 6C3 ആൻഡ് മീൻസ് ഇൻറ്റു 3 white balls from 5 whites. How many ways? 5C3 into 3 blue balls from 5 in how many ways? 5C3. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പ്ലനേഷൻ എഴുതിക്കോളൂ. Since we have to select 3 red and 3 white and 3 blue, they can be selected in 6C3 into 5C3 into 5C3 ways. എങ്ങനെയാണ് 6C3 കിട്ടിയെന്ന് വേണമെന്ന് എഴുതിക്കോളൂ. Since there are 6 red, 3 reds can be selected in 6C3 ways. അതുപോലെ തന്നെ as there are 5 white, the 3 white can be selected in 5C3 ways. And similarly, from 5 red blue balls, we can select 3 in 5C3 ways. Therefore, the fundamental principle of counting the total number of selection is this one. 6C3 നമുക്ക് കണ്ടുപിടിക്കാം. 6 into 5 into 4 അല്ലേ, 3 എണ്ണം താഴോട്ട് എഴുതുക. അതുപോലെ 1 2 3 into 5C3 same as 5C2. So 5 into 4 divided by 1 into 2. Again 5 into 4 divided by 1 into 2. Right? അപ്പോൾ ഈ 2ഉം ഈ 2ഉം ഈ 4ഉം കൂടെ വെട്ടിക്കളയാം. അതുപോലെ 2ഉം 3ഉം കൂടെ വെട്ടുമ്പോൾ 6 പോവും. സോ 5 into 4 20. 20 into 20 400. 400 into 5 that is 2000 അല്ലേ. കണ്ടോ, ഈ 2000 എണ്ണം ഉണ്ട്. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ എണ്ണം ഇവിടുന്ന് കണ്ടുപിടിച്ച് പറയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. ഇത് നമ്മുടെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട, സാധാരണ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ആവശ്യം വരുന്ന ഒരു ഏരിയ ആണെങ്കിൽ പോലും നമുക്കുള്ളത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇത്തരത്തിൽ. ഓക്കെ മക്കളെ, യെസ്. ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 42. എ ബാഗ് കണ്ടെയ്ൻസ് 5 ബ്ലാക്ക് ആൻഡ് 6 റെഡ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 5 ബ്ലാക്ക് ഉണ്ട്, 6 റെഡ് ഉണ്ട്. Determine the number of ways in which 2 black and 3 red balls can be selected. 2 black and 3 red. So 2 black and 3 red. ഇതാണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കാം. നമ്മുടെ കയ്യിൽ മൊത്തം, നമ്മുടെ ബാഗിനകത്ത് മൊത്തം 5 ബ്ലാക്കും 6 റെഡുമാണുള്ളത്. നമുക്ക് അതിനകത്ത് നിന്ന് 2 ബ്ലാക്കും ആൻഡ് 3 റെഡുമാണ് വേണ്ടത്. ഇത് എത്ര തരത്തിൽ സെലക്ട് ചെയ്യാം? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. 5 ബ്ലാക്ക്, ഹൗ മെനി ബ്ലാക്സ് ആർ ദെയർ? 5. സോ ഫ്രം 5 2 ക്യാൻ ബി സെലക്ടഡ് ഇൻ 5C2 ആൻഡ് മീൻസ് ഇൻറ്റു 3 റെഡ് ഫ്രം 6 ഇൻ 6Z3 ways. 5C2 same as 5 into 4 divided by 1 into 2 into 6C3 same as 6 into 5 into 4 divided by 1 into 2 into 3. 2 3 6 പോകും. 2ഉം ഇതും കൂടെ വെട്ടിയാൽ 2 വരും. 5 into 2 10 വരും. 5 into 4 20. 20 into 10 that is equal to 200. കണ്ടോ എന്ത് കൃത്യമാണ് നോക്കിക്കേ. ഇങ്ങനെ അപ്പോൾ നമ്മൾ 5 ബ്ലാക്കും 6 റെഡും ഉള്ള ഒരു ബാഗിനകത്ത് നിന്ന് 2 ബ്ലാക്കും 3 റെഡും നമുക്ക് 200 തരത്തിൽ സെലക്ട് ചെയ്യാമെന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് പറഞ്ഞിരിക്കുക. സോ സാധാരണ രീതിയിൽ ആളുകൾ ചൊല്ലിട്ട് പോകുന്ന ഈ ഒരു സിറ്റുവേഷനിൽ കൃത്യതയോടെ ആൻസർ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആ മാത്തമാറ്റിക്സിൻ്റെ ബ്യൂട്ടി. ക്യാൻ യു എൻജോയ് ദാറ്റ് ബ്യൂട്ടി ഓഫ് മാത്തമാറ്റിക്സ്? യാ. Here is the next question, question number 43. Determine the number of 5 card combinations out of a deck of 52 cards if there is exactly 1 ace in each combination. ഈ കാർഡുകളെ, പ്ലേയിങ് കാർഡുകളെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലേയിങ് കാർഡുകളുടെ ഒരു പ്രത്യേകത അറിയാൻ സാധിക്കും.
പ്ലെയിൻ കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡെക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു കളക്ഷൻ ഓഫ് കാർഡ് 52 കാർഡ്സ് ഉള്ളത്. കാർഡുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. കാരണം നമുക്ക് ഇനിയും കാർഡുകൾ മുമ്പോട്ടുള്ള സ്റ്റഡിക്ക് ഈ പ്രോബബിലിറ്റിയുമായിട്ടും അതുപോലെ ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ കാർഡുകളെ പ്ലേയിങ് കാർഡ്സിനെ പറ്റി പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് കാർഡുകളെ ഒന്ന് പരിചയപ്പെടാം. കാർഡുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം പല തരത്തിലുള്ള കാർഡുകളുണ്ട് അല്ലേ. ഏതൊക്കെ കാർഡുകളാണ് ഉള്ളത്? പകുതി റെഡ് ആയിരിക്കും, പകുതി ബ്ലാക്ക് ആയിരിക്കും അല്ലേ. മക്കളെ, ഈ ഒരു കാർഡ് ഇത് റെഡ് കളറിൽപ്പെട്ട ഒരു കാർഡാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഡയമണ്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഡയമണ്ട് അല്ലേ, ഡയമണ്ട് എന്ന് വിളിക്കും. ഇത് നമുക്ക് പരിചയമുള്ള കളറാണ്, ഹാർട്ടാണ് അല്ലേ, ഹാർട്ടാണ്. ഇത് നിങ്ങൾക്ക് അറിയാം, ഇത് ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് കളറിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്ലബ്സ് എന്നാണ് അതിൻ്റെ പേര്, ക്ലബ്സ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്പെയ്ഡ് എന്നാണ്, സ്പെയ്ഡ്. അപ്പം ഇങ്ങനെ 4 തരത്തിലുള്ള കാർഡുകളാണ് ഉള്ളത്. പകുതി റെഡ്, പകുതി ബ്ലാക്ക്. റെഡ് കളർ എന്ന് പറഞ്ഞാൽ ഇത് ഡയമണ്ടും ഹാർട്ടും റെഡ് കളറാണ്. പിന്നെ വരുന്ന ബ്ലാക്ക് ആണ്. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ക്ലബും വരും, അതിനകത്ത് ക്ലബ്സ് എന്ന് വിളിക്കും, പിന്നെ ഇത് സ്പെയ്ഡ് എന്ന് വിളിക്കും. ഈ 4 തരത്തിലുള്ള കാർഡുകളാണുള്ളത്. പിന്നെ കാർഡുകളെ മറ്റു തരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ടല്ലോ. നമ്പർ കാർഡ് ഉണ്ട് അല്ലേ. നമ്പർ കാർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1, 2, 3 അങ്ങനെ പോന്നിട്ട് അല്ലേ. 1 ഉണ്ടോ? ഇല്ല. അതാണ് എൻ്റെ പ്രത്യേകത. 1 ഇല്ല. കാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? കാർഡ് നമുക്കറിയാം ഏറ്റവും ചെറിയ കാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? 2L ആണ് അല്ലേ. 2L സ്റ്റാർട്ട് ചെയ്യുന്ന കാർഡാണ്. പിന്നെ 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്. അങ്ങനെ 9 നമ്പർ കാർഡ്സ് ആണ്. ഇത്രയും കാർഡ് വിളിക്കുന്ന പേരാണ് നമ്പർ കാർഡ്സ് എന്ന് വിളിക്കും, നമ്പർ കാർഡ്സ്. ഓക്കെ. പിന്നെ വരുന്നത് ഫേസ് കാർഡ്സ് എന്ന് വിളിക്കും. അത് നമുക്കറിയാം, കിങ്, ക്യൂൺ, ജാക്ക്. ഈ പേരുകളൊക്കെ നിങ്ങളൊന്ന് കൃത്യമായിട്ട് ഓർത്ത് വെച്ചോണം. ഇതിനെയാണ് നമ്മൾ ഫേസ് കാർഡ്സ് എന്ന് വിളിക്കുന്നത്, ഫേസ് കാർഡ്സ്. നിങ്ങൾക്കറിയാം, ഇതെല്ലാം നിങ്ങൾക്ക് പരിചിതമായ കാർഡുകളാണ്. പിന്നെ മറ്റൊരു കാർഡുണ്ട്, ദാറ്റ് ഈസ് എ എന്ന് പറഞ്ഞ് എഴുതുന്നൊരു കാർഡാണ്. നിങ്ങൾക്കറിയാമല്ലോ. അതിനെ നമ്മൾ വിളിക്കുന്നത് എയ്സ് കാർഡ്സ് എന്നാണ് വിളിക്കുന്നത്, എയ്സ് കാർഡ്സ്. അങ്ങനെ ഇത് 9 നമ്പർ കാർഡ്, 9 എണ്ണം. ഫേസ് കാർഡ്സ് 3 എണ്ണം. പിന്നെ ഒരു എയ്സിൻ്റെ ഒരു ഗ്രൂപ്പും. അങ്ങനെ മൊത്തം 9ഉം 3ഉം 12 1 13 തരത്തിലുള്ള കാർഡുകളാണ്. ആ 13 എണ്ണത്തിൽ 13 എണ്ണവും ഈ 4 ടൈപ്പും ഉണ്ടാവും അല്ലേ. ഡയമണ്ട് ഉണ്ടാവും, ഹാർട്ട് ഉണ്ടാവും, 2ന് തന്നെ ഹാർട്ട് ഉണ്ടാവും, ഡയമണ്ട് ഉണ്ടാവും, ക്ലബ്സ് ഉണ്ടാവും, സ്പെയർ ഉണ്ടാവും. ഇതുപോലെ എല്ലാത്തിനും ഉണ്ടാവും. കിങ്ങിനും ഉണ്ട് ഇതുപോലെ തന്നെ. ഡയമണ്ട് കിങ് ഉണ്ട്, ഹാർട്ട് കിങ് ഉണ്ട്, ക്ലബ് കിങ് ഉണ്ട്, സ്പെയ്ഡ് കിങ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 13 × 4 മൊത്തം 52 കാർഡ്സ് ആണ് ഉള്ളത്. അങ്ങനെയാണ് 52 കാർഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ വരിക. അപ്പോൾ ഈ കാർഡുകളുടെ ക്ലാസിഫിക്കേഷൻ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. കാരണം ഇത് നമുക്ക് ഇനിയും മുമ്പോട്ടുള്ള പഠനത്തിനൊക്കെ ഒത്തിരി ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇതിലെ പകുതി നമുക്കറിയാം, പകുതി ബ്ലാക്ക്, പകുതി അതായത് 26 ബ്ലാക്കും 26 റെഡ് കാർഡ്സുമാണ് നമുക്കുള്ളത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ കാർഡിനെ പറ്റിയുള്ള ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഇനി നമ്മുടെ ഇങ്ങനെ 5 കാർഡ് കോമ്പിനേഷൻസ് ആണ് വേണ്ട. 5 കാർഡിൻ്റെ എത്ര കോമ്പിനേഷൻസ്? ഔട്ട് ഓഫ് എ ഡെക്ക് ഓഫ് 52 കാർഡ്സ് ഇഫ് ദർ ഈസ് എക്സാക്ട്ലി 1 ace ഇൻ ഈച്ച് കോമ്പിനേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർഡ് എപ്പോഴും എയ്സ് ആയിരിക്കണം. അപ്പോൾ 1 ace and 4 other cards അല്ലേ, ആൻഡ് 4 cards. അപ്പോൾ ഒരെണ്ണം അങ്ങനെയാണ് 5 എക്സാക്ട്ലി 1 ace. അങ്ങനെ എത്ര 5 കാർഡിൻ്റെ കോമ്പിനേഷൻ ഉണ്ടാക്കാൻ സാധിക്കും? അപ്പോൾ 1 ace ആണ്. നമ്മുടെ 1 ace എത്ര സെലക്ട് ചെയ്യാം? നമ്മുടെ മൊത്തം എത്ര ace ആ ഉള്ളത്? 4. ഈ 4ൽ നിന്ന് 1നെ 4C 1 ace ആൻഡ് മീൻസ് ഇൻറ്റു. ഇനി ബാക്കി 4 കാർഡ്സ് വേണം. അത് ace ആകാൻ പാടില്ല. അപ്പോൾ എയ്സ് എല്ലാം അങ്ങ് മാറ്റണം. ഇനി എയ്സ് അല്ലാത്ത എത്ര കാർഡുണ്ട്? 52ൽ നിന്ന് 4 എയ്സും പോയി കഴിഞ്ഞാൽ പിന്നെ 48 കാർഡുണ്ട് അല്ലേ. ഈ 48ൽ നിന്ന് എത്ര എണ്ണം വേണം നമുക്ക്? 4 കാർഡ് വേണം. എത്ര തരത്തിൽ? 48C 4 ace. അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ചെയ്താൽ സിമ്പിൾ ആൻസർ ആവും. 4C1 എന്ന് പറഞ്ഞാൽ 4 ആണ് നമുക്കറിയാം. 48C4 എന്ന് പറഞ്ഞാൽ 48 × 47 × 46 × 45 അല്ലേ. 4 എണ്ണം താഴോട്ട് എഴുതുന്നു. പിന്നെ മുകളിലേക്ക് താഴണം 1 2 3 4. ഓക്കെ. അപ്പോൾ ഈ 4 × 3 12 12 24 24 2 48 എന്ന് വരും. ഇനി നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ചുമ്മാ സിംപ്ലി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിന് ആൻസർ കിട്ടും. 77 83
20 എന്നായിരിക്കും കിട്ടുക. നിങ്ങൾ മൾട്ടിപ്ലൈ നോക്കിക്കോളൂ, അത് സിമ്പിൾ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസാണ്. അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇത് വേണമെങ്കിൽ ഒന്ന് എഴുതിക്കോളൂ. 5 കാർഡ് കോമ്പിനേഷൻ ആണ്. സോ സിൻസ് ദർ ഈസ് എക്സാക്ട്ലി 1 ace in each combination, we have to select 1 ace and 4 other cards. Then 1 ace can be selected from the given 4 in 4C1 ways, and the 4 other cards can be selected from the remaining 48 in 48C4 ways. Therefore, the required number of selection is 4C1 into 48C4. Okay, makkale? Yes. Here is the next question, question number 44. What is the number of ways of choosing 4 cards from a pack of 52 playing cards? പിന്നെ കുറേ restrictions ഉണ്ട്. How many of these 4 cards are of the same suit? 4 cards belongs to 4 different suits, are face cards, 2 are red and 2 are black. Cards are of the same color. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ഏറ്റവും ആദ്യം പറയുന്നത് വാട്ട് ഈസ് ദ നമ്പർ ഓഫ് വേസ് ഓഫ് ചൂസിങ് 4 cards ഫ്രം എ പാക്ക് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാമല്ലോ. 52 കാർഡിനകത്ത് നിന്ന് നമുക്ക് 4 കാർഡിൻ്റെ കോമ്പിനേഷൻസ് എത്ര തരത്തിൽ പറ്റും? 52C4 ways. ദാറ്റ് ഈസ് ഈക്വൽ ടു കാൽക്കുലേഷൻ നമുക്ക് വിടുവാണ്. 52 ഇൻറ്റു 51 ഇൻറ്റു 50 ഇൻറ്റു 49 ഡിവൈഡഡ് ബൈ അല്ലേ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 എന്ന് വരും. അത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യാം. 4 ഇൻറ്റു 3 12 വരും. 12 നമുക്ക് ഈ 4ഉം 52 വെട്ടാം. അപ്പോൾ 13 എന്ന് വരും. പിന്നെ 3ഉം ഈ 51 കൂടെ വെട്ടാം 17 എന്ന് വരും. പിന്നെ ഈ 2ഉം 50 കൂടെ വെട്ടാം 25 എന്ന് വരും. അത് സിംപ്ലിഫൈ ചെയ്യാം. ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 270,725 എന്ന് കിട്ടും. ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. നമുക്ക് അതിൻ്റെ ആൻസർ ഈ തരത്തിൽ കിട്ടും. ഇനി നമുക്ക് ഓരോന്നിലേക്ക് വരാം. ഒന്നാമത്തെ പാർട്ടിലേക്ക് പോരാം. 4 cards are of the same suit. സെയിം സ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് 4 സ്യൂട്ട്സുകളാവുള്ളത് അല്ലേ. ഒന്നില്ലെങ്കിൽ അത് ഹാർട്ട് ആകാം, അല്ലെങ്കിൽ അത് ഡയമണ്ട് ആകാം, അതർവൈസ് ഇറ്റ് ഈസ് ക്ലബ്സ് ഓർ മേ ബി സ്പെയ്ഡ്. 4 സ്യൂട്ട്സ് ആകാം. 4 സ്യൂട്ട്സിൽ ഏത് വേണം. ഇപ്പോൾ 4 cards are of the same suit എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട 4 കാർഡും ഐദർ എന്താകാം, ഐദർ ഫോർ ഹാർട്ട് ആകാം, ഓർ ഫോർ ഡയമണ്ട് ആകാം, ഓർ ഫോർ സ്പെയ്ഡ് ആകാം അല്ലേ, ഓർ ഫോർ ക്ലബ്സ് ആകാം അല്ലേ. അപ്പോൾ ഒന്ന് എഴുതിക്കോളൂ. സിൻസ് 4 cards are of the same suit, they can occur in the following way: either for heart, or for diamond, or for spade, or for clubs. For heart എത്ര ഹാർട്ട് നമ്മുടെ ഉള്ളത്? 13. 13 നിന്ന് 4 എത്ര തരത്തിൽ? 13C4 or means plus. For diamond means from 13 diamond 4 can be selected in 13C4 or means plus. For spade from 13, so 13C4 or means plus 13Z4 അല്ലേ. അപ്പോൾ നമുക്കറിയാൻ സാധിക്കും ഇറ്റ് ഈസ് 4 times അല്ലേ, 4 times 13C4 ആണ്. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസർ ആവും. അപ്പോൾ നമുക്കത് സിംപ്ലി കാൽക്കുലേറ്റ് ചെയ്യാം. 13C4 നമുക്ക് 13 ഇൻറ്റു 12 ഉണ്ട്, 11 ഇൻറ്റു 10/1 2 3 4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ 2860 എന്ന് കിട്ടും. അത് നമുക്ക് ന്യൂമറിക്കൽ കാൽക്കുലേഷൻ നമുക്ക് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പാട്ട് മനസ്സിലായല്ലോ മക്കളെ? യെസ്. ഇനി അടുത്ത് പറയുന്നത് നോക്കിയേ, രണ്ടാമത്തെ പാട്ട്. 4 cards belongs to 4 different suits. 4 കാർഡും 4 തരത്തിലാകും എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 4 cards belongs to 4 different suits എന്ന് പറഞ്ഞാൽ 4 കാർഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു കാർഡ് ഹാർട്ട് ആകണം, ഒരു ആൻഡ് ആണ്, ഒരു ഹാർട്ട് വേണം, ആൻഡ് 1 ഡയമണ്ട് വേണം, ആൻഡ് 1 പിന്നെ നമുക്കിവിടെ ക്ലബ്സ് വേണം അല്ലേ, 1 ക്ലബ് ആണ്, ആൻഡ് 1 സ്പെയ്ഡ് വേണം. ഇതാണല്ലോ 4 കാർഡും. 4 cards belongs to 4 different suits എന്ന് പറഞ്ഞാൽ 1 heart, 1 diamond, 1 club and 1 spade. 1 heart, എത്ര ഹാർട്ടിൽ നിന്ന് 1 heart എടുക്കണേ? 13 ഹാർട്ട് ഉണ്ട്, അതിൽ നിന്ന് ഒരെണ്ണം കിട്ടിയാൽ മതി. in 13Z1 and means into 1 diamond from 13 in 13C1 and means into 13C1 and means into 13C1. 13C1 is
13 തന്നെ. സോ 13 into 13 into 13 into 13. So numerical value. Okay. The answer is 28561. 13 raised to 4 എന്ന് എഴുതിയാലും മതിയാവും അല്ലെങ്കിൽ. ഓക്കെ, മനസ്സിലായാലും മക്കളെ? അപ്പോൾ ഒന്നാമത്തെ പാട്ട് കഴിഞ്ഞു, രണ്ടാമത്തെ പാട്ട് കഴിഞ്ഞു. ദെൻ മൂന്നാമത്തെ പാട്ട് പറയുന്നത് ആർ ഫേസ് കാർഡ്സ് എന്നാ പറയാം. 4 കാർഡ് എടുക്കണ്ടേ. ഈ 4 കാർഡും ഫേസ് കാർഡ് ആയിരിക്കണം. എത്ര ഫേസ് കാർഡാണ് നമ്മളതിലുള്ള മക്കളെ? കിങ്, ക്യൂൺ, ജാക്ക്, 3 എണ്ണം. അപ്പം 3 into 4 12 ഫേസ് കാർഡ്സ് ഉണ്ട്. ഈ 12 ഫേസ് കാർഡിൽ നമുക്ക് എത്ര ഫേസ് കാർഡാണ് വേണ്ടേ? ആ ഫേസ് 4 എണ്ണ വേണ്ടേ. സോ ഇൻ 12C4 ways. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എഴുതാം. 12 into 13 into 12 into 11 അല്ലേ. 12 into 11 into 10 into 9 by 1 2 3 4. അപ്പോൾ ഈ 3 into 4 കട്ടാവും. പിന്നെ ഈ 2ഉം 10ഉം കൂടെ കട്ട് ചെയ്താൽ നമുക്ക് 5 വരും. ദെൻ 45. സോ ഇറ്റ് ഈസ് 45 into 11 45 into 11 വരും. അപ്പോൾ 495 എന്ന് വരും. 495. ഓക്കെ, ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മക്കളെ നോക്കിക്കേ, എന്ത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കണം നോക്കിക്കേ. ന്യൂമറിക്കൽ കാൽക്കുലേഷൻ പിന്നെ നിങ്ങൾ കാൽക്കുലേറ്ററിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് എക്സാമിനേഷൻ ചെയ്യാൻ പറ്റും. ബാക്കി ഇതിൻ്റെ ലോജിക്ക് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത് പറയുന്നത് 2 are red cards and 2 are black cards. നമുക്ക് വേണ്ട 13 എണ്ണം, നമുക്ക് വേണ്ട 4 കാർഡിൽ 2 എണ്ണം റെഡും 2 എണ്ണം ബ്ലാക്കും ആണ്. അപ്പോൾ 2 red അല്ലേ, 2 red and 2 black and 2 black. ഓക്കെ, 2 reds എത്രയിൽ നിന്നാണ്? 26 റെഡ് ചെയ്യുന്ന 2 റെഡ് എത്ര തരത്തില? 26C2 and means into 2 black from 26 black C2. Answer ആയി. So 26 into 25 divided by 1 into 2 into the same. So 26 into 25 divided by 1 into 2. Okay. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കിത് കിട്ടും. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിനെ 13 എന്ന് വരും, ഇതും 13 വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂമറിക്കൽ വാല്യൂ കിട്ടുന്നതാണ്. അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. അടുത്തത് 5ാമത്തെ പാട്ട് പറയുന്നത് കാർഡ്സ് ആർ ഓഫ് ദ സെയിം കളർന്ന്. എന്ന് വെച്ചാൽ ഒന്നുകിൽ 2 കളറേ ഉള്ളൂ നമുക്ക്, ഒന്നുകിൽ റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക്. ഐദർ റെഡ്, സിൻസ് ദ കാർഡ്സ് ആർ ഓഫ് ദ സെയിം കളർ ദേ ആർ ഐദർ റെഡ് ഓർ ബ്ലാക്ക് അല്ലേ. എത്ര റെഡ് കാർഡാണ് ഉള്ളത് നമുക്ക്? 26. 26ൽ നിന്ന് 4 എണ്ണം 26C4 ഓർ മീൻസ് പ്ലസ് 26 ബ്ലാക്കും ഉണ്ട്. സോ 26C4. സോ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാവുന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 times 26C4. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 26 into 25 into 24 into 23 divided by 1 into 2 into 3 into 4. ഇത് ചുമ്മാ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ മതി, നമുക്ക് അതിന് ആൻസർ കിട്ടിക്കോളും. ഓക്കെ, സോ ദ വാല്യൂ ഈസ് 29900 എന്ന് കിട്ടും. അത് നിങ്ങൾക്ക് തനിയെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നോക്കിക്കുക മക്കളെ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലത്തിനെ നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുത്തിരിക്കുക. നമുക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതിൻ്റെ ലോജിക്ക് മനസ്സിലായാൽ പിന്നെ സിമ്പിളാണ്. ഓക്കെ, ഹിയർ ഈസ് അനദർ ക്വസ്റ്റ്യൻ. ഇൻ ഹൗ മെനി വേസ് ക്യാൻ വൺ സെലക്ട് a cricket team of 11 from 17 players in which only 5 players can bowl if each cricket team of 11 must include exactly 4 bowlers? ഇപ്പോൾ വളരെ രസകരമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്രിക്കറ്റ് ടീമിൻ്റെ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. മൊത്തം 17 പ്ലേയേഴ്സാണ് ഉള്ളത്. അതിൽ 5 players can bowl എന്ന് വെച്ചാൽ ബൗളേഴ്സ് എന്ന് പറഞ്ഞാൽ 5 പേരാണ് ഉള്ളത്. If each cricket team of 11 must include exactly 5 bowlers. വളരെ സിമ്പിളാണ്. ഇതിന് നമുക്ക് മൊത്തം 17 പേരുണ്ട്, 17 പ്ലേയേഴ്സാണ് ഉള്ളത്. അതിനകത്ത് നമുക്ക് വേണ്ടത് must include exactly 4 bowlers. 4 bowlers നിർബന്ധമായിട്ടും വേണം. അപ്പോൾ നമുക്ക് വേണ്ടത് 4 bowlers and പിന്നെ അത് നിർബന്ധമാണ് 4 bowlers and പിന്നെ ബാക്കി 7 പേരും കൂടെ ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ 11 ആവുള്ളൂ. and 7 others. ഈ 4 ബൗളേഴ്സിന് നമുക്ക് എത്ര പേർക്ക് സെലക്ട് ചെയ്യാം? നമ്മൾ എത്ര ബൗളേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? 5 players ക്യാൻ ബൗൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, കൃത്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 ബൗളേഴ്സാണ് ഉള്ളത്. 5ൽ നിന്ന് 4
in 5c 4 ways. And means into. ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ട്? ഈ 5 പോന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ മൊത്തം എത്ര പേരാ ഉള്ളത്? 17 പേര്. 17 പേരിൽ നിന്ന് ഇനി ബൗളേഴ്സിനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇനി എത്ര വേണം? 17ൽ നിന്ന് ഈ 5 ബൗളേഴ്സിനെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ എത്രയുണ്ട്? 12. ആ 12ന് എത്ര പേര് വേണം? 7 പേര്. എത്ര തരത്തിൽ? 12c7. കണ്ടോ? 5c4 into 12c7. അത് കാൽക്കുലേഷൻ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഓക്കെ. സോ ആൻസർ എന്ന് പറഞ്ഞാൽ 3960 എന്ന് വരും. അത് നിങ്ങൾക്ക് ന്യൂമറിക്കൽ കാൽക്കുലേഷൻ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ചെയ്ത മെത്തേഡ് മനസ്സിലായ മക്കളെ? വളരെ ഈസിയാണ്, പക്ഷേ അറ്റ് ദ സെയിം ടൈം പവർഫുൾ ആണ്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഹിയർ ഈസ് വൺ മോർ ക്വസ്റ്റ്യൻ. ഫ്രം എ ക്ലാസ് ഓഫ് 25 സ്റ്റുഡൻസ് 10 are to be chosen for an excursion. There are 3 students who decide that either all of them will join or none of them will join. In how many ways can the excursion party be chosen? Question മനസ്സിലായ മക്കളെ? 25 പേരുള്ള ഒരു ക്ലാസ്സിൽ നിന്നും 10 പേരെയാണ് നമ്മൾ എക്സ്കർഷന് വേണ്ടി സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആണ് 3 റെബല്യസ് ആയിട്ടുള്ള 3 ഒരു ഗ്രൂപ്പ് ഉണ്ടാകും. ആ ഗ്രൂപ്പിലെ പിള്ളേർ പറയുന്നത് ഒന്നുകിൽ അവർ 3 പേരും പോകും, അല്ലെങ്കിൽ 3 പേരും പോകില്ല. ഇതിൽ 2 പോസിബിലിറ്റി ആവുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്ര തരത്തിൽ ഈ എക്സ്കർഷൻ പാർട്ടീനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഇപ്പോൾ 2 പോസിബിലിറ്റി ആവുള്ളത്. ഒന്ന്, either 3 students that either all of them will join. അപ്പോൾ നമുക്കറിയാം, if ഒന്നാമത്തെ കേസ് അതാണ് എഴുതാം. If all of them will join, all of the 3 will join the party, will join the excursion, join the excursion, join excursion. അപ്പോൾ എത്ര തരത്തിൽ പറ്റും? all of 3 എന്ന് പറഞ്ഞാൽ ഈ 3 പേര് വരുവാണ്. അപ്പോൾ നമ്മൾ ഇനി എത്ര പേരെ സെലക്ട് ചെയ്യാം? അപ്പം 3 പേര് ഓൾറെഡി ഉണ്ട്. ഇനി നമുക്ക് എത്ര പേര് വേണം? 10 വേണ്ടേ? ഇപ്പോൾ 7 പേരെ സെലക്ട് ചെയ്യണം. എവിടുന്ന്? ഈ 3 പേരെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മളെ മൊത്തം 25 പിള്ളേരില്ലേ? ആ 25 സ്റ്റുഡൻസിനകത്ത് നിന്ന് ഈ 3 പേരെ അങ്ങ് മാറ്റി. അപ്പോൾ എത്ര പേര് വരും? 22. 22ന് എത്ര പേര് വേണം നമുക്കിനി? 7. സോ 3 ആദ്യത്തത് 3 സ്റ്റുഡൻസ്. അതിനെ നമുക്ക് എത്ര തരത്തിൽ പറ്റുള്ളൂ? ഒരു തരത്തിൽ. അല്ല, അവർ 3 പേരും ഉണ്ട്. സോ 1 വേ ഇൻറ്റു 22c7. അപ്പോൾ നമുക്ക് എത്ര വരുന്നത്? സോ ടോട്ടൽ ഈസ് 22c7 വേസ്. അത് നിങ്ങൾ ന്യൂമറിക്കലായിട്ട് നിങ്ങൾ വാല്യൂ കണ്ടുപിടിച്ചോളൂ. അപ്പോൾ ഇതാണ് അത്രേൻ്റെ ആൻസർ. മനസ്സിലായ മക്കളെ? അപ്പോൾ ഒന്ന് എഴുതിക്കൊള്ളുക. ഇഫ് ഓൾ ഓഫ് ദി 3 particular students join the excursion, then we have to select only 7 from the remaining 22. And this can be done in 22c7 ways. ഓക്കെ, ഇനി രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നൺ ഓഫ് ദി 3 വിൽ ജോയിൻ. 3 പേരും ജോയിൻ ചെയ്യുന്നില്ല. 3 പേരും ജോയിൻ ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ എത്ര പേരെ സെലക്ട് ചെയ്യണം? 10 പേരെ. കാരണം നമുക്ക് വേണ്ട 10 അല്ലേ വേണ്ടേ? എക്സ്കർഷന് വേണ്ടേ? അപ്പോൾ ഈ 3 പേര് വരുന്നില്ല. ആ 3 പേരെ അങ്ങ് ഒഴിവാക്കി. അപ്പോൾ എത്ര പേരുണ്ട്? മിച്ചം 22. ഈ 22ന് എത്ര പേരെ നമുക്ക് വേണം? 10 പേരെ. സോ 22c10 വേസ്. മനസ്സിലായ മക്കളെ? അപ്പം ഇത് 3 പേരും നമ്മൾ പറഞ്ഞത് either 2 പേരാ. there are 3 students who decide that either all of them will join. അപ്പോൾ ഒന്നുകിൽ ഇത് വരും ഓർ ഇത് വരും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഹൗ മെനി വേസ് ക്യാൻ ദിസ് ബി എക്സ്കർഷൻ പാർട്ടി ബി ചൂസൺ എന്നാ. അപ്പോൾ എന്തൊക്കെ വരാം? അപ്പോൾ നമ്മൾ ടോട്ടൽ നമ്പർ therefore the total number of required selection is ഏതൊരു ആദ്യത്തേത് ടോട്ടൽ ഈസ് എന്ത് വരും? 22c7 ഓർ മീൻസ് പ്ലസ് 22c10. മനസ്സിലായ മക്കളെ? അപ്പം ഇത് ഐദർ ഓർ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കൃത്യം പറഞ്ഞിട്ടുണ്ട്. ഐദർ ഓൾ ഓഫ് ദം വിൽ ജോയിൻ ഓർ നൺ ഓഫ് ദം. ഓർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ റിക്വയർഡ് നമ്പർ ഓഫ് സെലക്ഷൻ ഈസ് 22c10 പ്ലസ് 22c7 എന്ന് പറഞ്ഞ്. മനസ്സിലായ മക്കളെ? അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേഷൻ പിന്നെ നിങ്ങൾ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത് വളരെ രസകരമായ ഒരു ടോപ്പിക്കായിരുന്നു. ഇത്രയുമാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട വളരെ രസകരമായ ഏരിയയാണ് നമ്മളിപ്പോൾ കടന്നു പോയത്. നമ്മൾ ഈ കഴിഞ്ഞ 10 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഈ പെർമ്യൂട്ടേഷനും അതുപോലെ കോമ്പിനേഷനും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പല ആൻസർ ഇല്ല എന്ന് തോന്നിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ നമ്മെ സഹായിച്ചിരുന്ന ചില ഏരിയയായിരുന്നു.
അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അധികം കാൽക്കുലേഷൻസ് ഒന്നുമില്ല, ഫോർമുലകളും ഒന്നുമില്ല, നമ്മുടെ ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും നിങ്ങൾ റിപ്പീറ്റഡ്ലി ചെയ്ത് നോക്കുക, കൂടുതൽ പ്രോബ്ലംസ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി പുതിയ കാര്യങ്ങളുമായി അടുത്ത ക്ലാസ്സും വീണ്ടും കാണാം. ടിൽ ദെൻ ഹാവ് എ നൈസ് ഡേ.